ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. കുരുന്നുകൾ ആ ഒരു വേനലവധിക്കൊക്കെ ശേഷം ഇന്ന് സ്കൂളുകളിലേക്ക് പോവുകയാണ്. ഈ ചെറിയ വാശിയൊക്കെ പിടിച്ച് ഇരിക്കുന്ന കുട്ടികൾ അങ്ങനെ സങ്കടപ്പെടുമെന്ന് വേണ്ട കേട്ടോ. ഇനി അടിച്ചു പൊളിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ സ്കൂളിലെ ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം തകർക്കണം എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ രാവിലെ ഒരുപാട് കുരുന്നുകൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ മോർണിംഗ് വൈബ്സ് ഉറപ്പായും ആ സ്കൂൾ കുട്ടികളുടെ ഇടങ്ങളിലേക്ക് പോകും. വീടുകളിലെ ഒരുക്കവും തിരക്കും ബഹളവും ഒക്കെ നമുക്ക് നേരിട്ട് കാണണമല്ലോ. എൻ്റെ വീട്ടിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷമുണ്ട്. എൻ്റെ 2 മുത്തുമണികളുണ്ട്, മുത്തും കുഞ്ഞുമുത്തും, ഇസ്ര ആൻഡ് ഇസ. രണ്ടുപേരും സ്കൂളിൽ പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് വീഡിയോ കോളൊക്കെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അവർക്കും എൻ്റെ ഒരു ബെസ്റ്റ് വിഷസ്. അവിടെ എത്താൻ പറ്റിയില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എല്ലാ കുരുന്നുകൾക്കും എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് മോർണിംഗ് വൈബ്സ് ആരംഭത്തിലേക്ക് തന്നെ ഈ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം അത് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഉദ്ഘാടനം നിർവഹിക്കും. കുരുന്നുകളെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ സജ്ജമായി കഴിഞ്ഞിട്ടുമുണ്ട്. 39.94 ലക്ഷം വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് ഇന്ന് എത്താൻ പോകുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ 2.44 ലക്ഷം കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട്. പുതുക്കിയ പാഠഭാഗങ്ങളാണ് ഇത്തവണ കുട്ടികളെ കാത്തിരിക്കുന്നത്. നവമി ദിനേശും, എളമക്കരയിലാണ് നവമി ഉള്ളത്, CV അനുമോദും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും എല്ലാവരും രാവിലെ തിരക്കിലായിരിക്കും എന്നറിയാം. വീട്ടിലെ അമ്മമാർ തിരക്കിലായിരിക്കും. കുട്ടികളെ റെഡിയാക്കി വിടുന്ന തിരക്ക്. എന്താണെങ്കിലും ഈ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെയൊക്കെ നന്നായി കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു പിടിവാശിയൊക്കെ ഉണ്ടാകും. പക്ഷേ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ മാറിക്കോളും. അപ്പോൾ എല്ലാ കുരുന്നുകൾക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി വീണ്ടും ഞാൻ നവമിയിലേക്ക് പോവുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. നവമി ഇപ്പോൾ ഉള്ളത് എളമക്കരയിലല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ പ്രവേശനോത്സവത്തിൻ്റെ ഒരു സാധ്യത അതാണ് കാണുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ എത്തി ഉദ്ഘാടനമൊക്കെ നിർവഹിക്കും. നവമി അവിടെ കാണുന്നത് എന്താണ്? എൽദോ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ലൊരു ദിവസത്തിലെ 1ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ എത്തുകയാണ്. നല്ലൊരു ദിവസമാകട്ടെ, അവർക്ക് നല്ലൊരു വർഷങ്ങളാകട്ടെ വരാനിരിക്കുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എളമക്കര സ്കൂളിലാണ്. ഇവിടെയാണ് പ്രവേശനോദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി 8 മണിയോടുകൂടി തന്നെ സ്കൂളിലെത്തും. അതിനു മുൻപ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ജനപ്രതിനിധികൾ, പ്രതിപക്ഷ നേതാവും ഇവിടെ എത്തുകയും ചെയ്യും. 9 മണിയോടുകൂടി തന്നെ പ്രവേശനോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. അതോടൊപ്പം 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർക്കൊപ്പമായിരിക്കും മുഖ്യമന്ത്രി ഇവിടെ എത്തുക. അതിനുശേഷം ഈ കുട്ടികളെ കൈപിടിച്ച് സ്കൂളുകളിലേക്ക്, ക്ലാസ് മുറികളിലേക്ക് എത്തിക്കുന്നതും മുഖ്യമന്ത്രിയായിരിക്കും. അങ്ങനെ വലിയ ഒരു ആഘോഷത്തിന് തന്നെയാണ് ഇന്ന് എളമക്കര ഈ സ്കൂള് ഒരുങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ തന്നെ കുട്ടികളൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ ഒരു 8 മണിയോടുകൂടി മാത്രമേ കുട്ടികളൊക്കെ എത്തത്തുള്ളൂ. ഇവിടെ എന്തായാലും പോലീസിന്റെ കർശനമായ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ തന്നെ എത്തി ഇവിടുത്തെയുള്ള നിരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിലെ കൂടിയായിരിക്കും മുഖ്യമന്ത്രി വരിക. ഈ വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കും. അതിനുശേഷം ഔദ്യോഗികമായ ഉദ്ഘാടനം. എന്തായാലും ഒരു പുതിയ വർഷമാണ്. 1ാം ക്ലാസ്സിലേക്ക് ഏകദേശം 4 ലക്ഷത്തിലധികം കുട്ടികൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് സർക്കാർ. എന്തായാലും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് കൃത്യമായി പറയുകയും ചെയ്തു. എല്ലാ ഒരുക്കങ്ങളും ഈ സ്കൂളിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിൽ LP മാത്രം, 1ാം ക്ലാസ് മാത്രമല്ല UP വിഭാഗങ്ങളും HSS വിഭാഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി ചേർന്ന് വലിയൊരു ആഘോഷമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരുക്കങ്ങളെല്ലാം ഇതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് എത്തുകയാണ്. മുതിർന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വലിയ സന്തോഷമായിരിക്കും. വീട്ടിലിരുന്ന് മടുത്തിട്ട് കൂട്ടുകാരെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഉത്സാഹത്തോടെ ആയിരിക്കും. ഈ സാധാരണ കരച്ചിലും ബഹളമൊക്കെ ഉള്ളത് മിക്കപ്പോഴും 1ാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും. ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നത് ഇപ്പൊ അച്ഛനെയും അമ്മയൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കായിരിക്കും. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ വരും മണിക്കൂറിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി
കാണിച്ചു കൊടുക്കാം. എന്തായാലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ സ്കൂളിൽ ഇതുവരെയും സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാ സുരക്ഷയുണ്ട്. മുഖ്യമന്ത്രി ഇവിടെ എത്തുകയും ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പ്രവേശനോദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു സ്വാഗത ഗാനവും സ്വാഗത നൃത്തങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കുട്ടികളുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള റിഹേഴ്സലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സ്കൂളിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് എല്ലാ വർഷത്തെ പോലെയും ഇപ്രാവശ്യവും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എൽദോ, ഇത്തവണത്തെ പാഠ്യപദ്ധതിയിൽ വലിയൊരു മാറ്റം തന്നെയാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും കയ്യടി നേടിയത് ഈ ലിംഗസമത്വത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ കണ്ടതുകൂടിയായിരുന്നു ഈ അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊപ്പം, വീട്ടിലെ അമ്മമാർക്കൊപ്പം അച്ഛനും കുട്ടികളും ഒക്കെ കൂടുന്ന ഒരു ദൃശ്യങ്ങൾ, ഒരു ഫോട്ടോ നാം ചെയ്തു. അത് തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠപുസ്തകത്തിലെ വലിയൊരു മാറ്റമായി കരുതുന്നത്. മറ്റൊന്ന്, ഈ 1, 3, 6, 9 ക്ലാസുകളിലെ പാഠപുസ്തകമാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു ഇടവേളയ്ക്ക് ശേഷം 1ാം ക്ലാസ്സിലേക്ക് അക്ഷരമാല തിരികെ എത്തി എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഒരുപാട് വർഷങ്ങളായി നമുക്ക് ഈ അക്ഷരമാല 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് അകന്നു പോയിട്ട്, അപ്പോൾ അക്ഷരമാലയിൽ തന്നെ തൊട്ട് കുട്ടികൾ തുടങ്ങുന്ന ഒരു കാഴ്ച ഇത്തവണ ഉണ്ടാകും. SSLC മൂല്യനിർണ്ണയത്തിലും മാറ്റമുണ്ടാകും. 2005 അവസാനിപ്പിച്ച മിനിമം മാർക്ക് എന്നുള്ളൊരു സംവിധാനം തിരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം വാരിക്കോരി മാർക്ക് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിലും മാറ്റം വരുത്തുന്നുണ്ട്. നമുക്ക് ക്ലാസുകളിലേക്ക് കടക്കാം. 1ാം ക്ലാസ് ഒക്കെ ഇവിടെ പൂക്കളും ചെടികളും പശുവും ഒക്കെ ആയിട്ട്, കിളികളും ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരെ വരവേൽക്കാനായി ഒരുക്കിയിരിക്കുന്നത്. എന്ത് മനോഹരമാണത് ഈ ചിത്രങ്ങളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ എൽദോ വീണ്ടും ക്ലാസ്സിൽ പഠിക്കാനും നമ്മൾ സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പോവാൻ മടിയാണെങ്കിലും ഇന്ന് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ പോയിരിക്കാനും പഠിക്കാനും ഒക്കെ തോന്നുകയാണത്. വലിയ വർണ്ണാഭമായ ഒരുക്കങ്ങളാണത്. നോക്കൂ, എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. പൂക്കളും പേപ്പറും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം എനിക്കൊന്ന് പ്രകൃതിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒഴിവാക്കി പേപ്പർ കൊണ്ടുള്ള പൂക്കളും മാലകളും ഒക്കെ തീർത്തിരിക്കുകയാണ്. ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ നല്ല ഭംഗിയുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. എന്നാലും കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും. പുതിയ കുറെ കൂട്ടുകാരെ കിട്ടും. ഒപ്പം ആനയും ജിറാഫും ഒക്കെ ചേർന്നിട്ടാണ് ഇന്ന് നമ്മുടെ 1ാം ക്ലാസ്സിലെ കുട്ടികളെ ഒക്കെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഞാനും ഇവിടെ ഇരുന്ന് പഠിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. നല്ല രസമാണ്. ഞാനന്ന് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്കൂളൊക്കെ വിട്ടിറങ്ങിയപ്പോഴത്തേക്കും വലിയ ലെവലിലായി സ്കൂളുകളൊക്കെ. എന്തായാലും ഈ 1ാം ക്ലാസ്സിലെ വരവേൽക്ക് ഏകദേശം 4000-ലധികം കുട്ടികളാണ് ഇത്തവണ സംസ്ഥാനത്തുടനീളം 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നത്. വലിയൊരു ആഘോഷം. പ്രാദേശിക തലത്തിൽ തന്നെ ഈ പ്രവേശനോത്സവം വലിയ ആഘോഷമാക്കണമെന്നാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതിന്റെ ഭാഗമായി വലിയൊരു വിപുലമായ ഒരുക്കങ്ങൾ എല്ലാ സ്കൂളുകളിലും നടന്നിട്ടുണ്ട്. തൊപ്പികളും മുട്ടായികളും മധുരപലഹാരങ്ങളുമായിട്ടൊക്കെ 1ാം ക്ലാസ്സുകാരെ വരവേൽക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞു. വലിയ കുട്ടികളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, മാതാപിതാക്കൾ, പൊതുജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തന്നെയാണ് ഈ ഒരു ഉത്സവം, ഈ ഒരു ആഘോഷത്തെ വലിയൊരു ഉത്സവമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും ഒക്കെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരും. എൽദോ, നവമിക്ക് എന്താണെങ്കിലും വീണ്ടും ക്ലാസ്സിലേക്ക് ഇരിക്കാൻ ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. നവമി എങ്ങനെയുണ്ടായിരുന്നു? നവമിയുടെ ഫസ്റ്റ് ഡേ സ്കൂൾ ഓർമ്മയുണ്ടോ? അന്ന് കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു, അതോ ഇതുപോലെ ചിരിച്ചു കളിച്ചൊക്കെ തന്നെയാണോ ക്ലാസ്സിൽ പോയത്? അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ നല്ല കരച്ചിലായിരുന്നു. സ്കൂളിൽ പോകാൻ പൊതുവേ മടിയുള്ള ആളാണ് ഞാൻ. എനിക്ക് സ്കൂളൊന്നും ഇഷ്ടമല്ല. പിന്നെ കൂട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ട് സ്കൂളിൽ പോകുന്നല്ലാണ്ട് പഠിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് സ്കൂളിലൊക്കെ പോയി കുറച്ചുകൂടിയൊക്കെ എൻജോയ് ചെയ്യണമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. അന്ന് ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നതെന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല. അച്ഛനും അമ്മയും ഇങ്ങനെ പറയും എല്ലാ ദിവസവും സ്കൂളിൽ അന്ന് ഓട്ടോയായിരുന്നു, ഓട്ടോയിലായിരുന്നു സ്കൂളിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഓട്ടോക്കാരൻ വരുമ്പോ ഞാൻ തിരിച്ചോടും വീട്ടിലേക്ക്. എനിക്ക് പോവാൻ വയ്യാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും. പിന്നെ അച്ഛനും അമ്മയും എന്റെ ചേട്ടനും ഒക്കെ പൊക്കിയെടുത്തോണ്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതൊന്നും ഓർമ്മയില്ല. എന്നാലും ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വീണ്ടും 1ാം ക്ലാസ്സിൽ ചേരാനും കുറെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനും ഇതുപോലത്തെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അന്ന് കുട്ടികളല്ലേ, അപ്പോ
അതുപോലെ ആകാൻ വേണ്ടിയിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നു. ഇതൊക്കെ വന്ന് കാണുമ്പോൾ നമ്മളെന്നും ഇങ്ങനെ ഒരു വലിയ പ്രവേശനോത്സവം ഒന്നും ഉണ്ടായിരുന്നില്ല സ്വീകരിക്കാൻ. അവിടെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയും പോവുക എന്നുള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ അധികം ഓർമ്മയൊന്നുമില്ല. എൽദോന്റെ ഓർമ്മ എന്താണ്? ഇങ്ങനെ സ്കൂളിലൊക്കെ പോയ 1ാം ക്ലാസ്സിലുള്ളത് ഓർമ്മയുണ്ടോ? വീട്ടുകാരെന്താ പറയുന്നത്? എന്തെല്ലാം ഒരു കാര്യം പറയട്ടെ, നവമി ആദ്യമായിട്ട് ഇങ്ങനെ ഒരാള് ഞാൻ സ്കൂളിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, പഠിക്കില്ല എന്നൊക്കെ പറയുന്ന ആദ്യമായിട്ടാണ് പറയുന്നത്. ഓണറിൽ എല്ലാവരുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചില്ല ആദ്യം സന്തോഷം. എൻ്റെ സ്കൂള് ഞാൻ സ്കൂളിൽ പഠിച്ച ഞാൻ മഴുവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആദ്യ ദിവസം എന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയതും ഈ മമ്മി സ്കൂളിൽ നിന്ന് അങ്ങ് പോകുന്ന ഇങ്ങനെ ഒരു ദൃശ്യം ഇങ്ങനെ, അപ്പോൾ ഞാൻ കണ്ണിങ്ങനെ നിറഞ്ഞ് കരയുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ അങ്കണവാടിയിൽ പോയപ്പോൾ നല്ല മടിയായിരുന്നു. ദിവസവും തല്ലും കൂട്ടവും ബഹളമായിട്ടാണ് ഞാൻ അങ്കണവാടി പോകുമായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കൂടുതൽ ഫ്രണ്ട് സർക്കിളൊക്കെ വന്നു കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അവധി വരുന്നതായിരുന്നു ഇഷ്ടമല്ലാത്തത്. സ്കൂളിൽ ദിവസവും പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വയറുവേദന പറയും. അപ്പോൾ വയറുവേദനയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ സമ്മതിപ്പിച്ച് പോവാതിരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മി എന്നാലും എളമക്കരയിൽ വലിയ പ്രവേശനോത്സവം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് അവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഈ അവിടെ അധ്യാപകരൊക്കെ എത്തിയിട്ടുണ്ടോ? നമുക്ക് അവരോടൊക്കെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ എന്ന് ചോദിക്കാൻ പാകത്തിന്. അധ്യാപകരൊക്കെ വലിയ തിരക്കിലാണ്. അവരൊന്നും ഇതുവരേക്ക് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അധ്യാപകരൊക്കെ ഇതിന്റെ ഒരു ഒരുക്കത്തിലും അതിൻ്റെതായിട്ടുള്ള ടെൻഷനിലും ഒക്കെ ആയിരിക്കും. കാരണം 2-3 ദിവസമായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള, ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനുമുള്ള തയ്യാറെടുപ്പും അതിന്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് നെട്ടോട്ടമാണ് ടീച്ചർമാർ. എന്നാലും നമുക്ക് നോക്കാം ടീച്ചർമാരെ. എല്ലാം അതിനോട് ഒരു കാര്യം കൂടി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ സ്കൂൾ പ്രവേശനം റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഈ കരയുന്ന കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവാട്ടോ. ഇപ്പോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രായം കഴിഞ്ഞ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ പാരന്റ്സ് അവരെ ഈ പ്ലേ ക്ലാസ്സിലും LKG-യിലും UKG-യിലും ഒക്കെ കൊണ്ട് ചേർക്കുന്നത് കൊണ്ടായിരിക്കും പിന്നെ 1ാം ക്ലാസ്സിലേക്ക് ഇവർ വരുമ്പോ അവർക്ക് വലിയ കരച്ചിലൊന്നും ഇല്ല. വന്ന് സാധാ പോലെ വന്നിരുന്ന് മിഠായിക്കൊക്കെ ഇട്ട് കുറച്ചുകൂടി ഒരു വർണ്ണാഭമായ കുറെ ആളുകളെ ഒന്നിച്ചു കാണുന്നുള്ളൊരു സന്തോഷം അല്ലാണ്ട് മറ്റ് ഇതൊന്നും ഇല്ല. നമുക്ക് ഒരു ടീച്ചറിനെ കിട്ടും. ടീച്ചറിന്റെ പേര് HM ആണ്. HM പേര് ബിന്ദു. ടീച്ചറെ വലിയ ഒരുക്കങ്ങളാണ്, ഉത്സവമാക്കി തന്നെ കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. എത്ര ദിവസത്തെ ഒരുക്കങ്ങളാണ് ഇതൊക്കെ? അയ്യോ, ഇത് ഞങ്ങൾ ഏകദേശം 12-14 ദിവസമായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെയാണ്. ഇവിടുത്തെ അധ്യാപകരും PTA-ക്കാരും കുട്ടികളും എല്ലാം ദൃശ്യാവിഷ്കരണത്തിനുള്ള നിരന്തരമായ കഠിനമായ പ്രയത്നം. ഇന്ന് മഴ മാറി നിൽക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. എത്ര കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നത്? ക്ലാസ്സിൽ ഇപ്പൊ 56 കുട്ടികളാണ് ഇന്ന് വരെ വന്നിരിക്കുന്നത്. ഇനിയും കുട്ടികളുടെ എണ്ണം കൂടും. അവർക്ക് എന്തൊക്കെ സ്വീകരണങ്ങളാണ് നടക്കുക? അവരുടെ ക്ലാസ് റൂം എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇന്ന് ബാഗ്, കൊട, മധുരപലഹാരങ്ങൾ എല്ലാം എടുത്ത് അവരെ സന്തോഷിപ്പിക്കാനാണ്. ഒന്നിലെ കുട്ടികളാണല്ലോ നമ്മുടെ ജീവനാടി എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ പ്രവേശന ഗാനത്തിന് ദൃശ്യാവിഷ്കരണം ഉണ്ട്. അതാണ് നമ്മുടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആങ്കറിംഗ് ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ അവർക്കതൊരു അവര് വളർന്നു വരട്ടെ, ടീച്ചർമാരെ ഏറ്റെടുക്കാതെ കുട്ടികൾക്ക് എടുത്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഒരു പരിപാടിയല്ലേ. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. HM ആണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. വലിയ ഒരു HM ആദ്യമേ പറഞ്ഞ വലിയൊരു ടെൻഷൻ, ഒരു 15 ദിവസത്തോളം നീണ്ടുന്ന ഒരു അലങ്കാരങ്ങളും ഇതിന്റെ പുറകെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇന്ന് കുട്ടികൾ എത്തുമ്പോൾ അതിന്റേതായിട്ടുള്ള സന്തോഷമുണ്ട് ടീച്ചറിന്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾ അവരാണ് നമ്മുടെ ഭാവിയും നാളത്തെ വലിയ വാഗ്ദാനങ്ങളൊക്കെ. അങ്ങനെ തന്നെ ആവട്ടെ. ഒരുപാട് കുട്ടികൾ ഇനിയും ഈ സ്കൂളുകളിലേക്ക് എത്തി പഠിച്ച് നല്ല മിടുക്കരാവട്ടെ എന്ന് തന്നെ നമ്മളും ആശിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ 1ാം ക്ലാസ്സിലെ കുട്ടികളെ ഇവിടെ എത്താൻ വേണ്ടി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് എന്തായാലും ന്യൂസ് 18 പ്രേക്ഷകർക്കായി കാട്ടിക്കൊടുക്കാം. ഇവിടെ വലിയ ചെയർ കണ്ടില്ലേ, കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറുകളാണ്. അതും വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി ആയിരിക്കും ഈ കുട്ടികളെ 1ാം ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തുക. അതും വലിയൊരു സന്തോഷം തന്നെയാണ്. എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് ഈ
എളമക്കരയിലെ സ്കൂളിലായി ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 4000-ത്തിലധികം കുട്ടികളാണ് സംസ്ഥാനത്തുടനീളം ഇന്ന് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പ്രാദേശിക തലത്തിലും വലിയൊരു സ്വീകരണം ഒരുക്കാൻ തന്നെ, ഈ കുട്ടികൾക്ക് വലിയൊരു സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തുകയും ചെയ്യും. എൽദോ. ഓക്കെ, എന്താണെങ്കിലും പ്രവേശനോത്സവം അത് ഗംഭീരമാക്കാൻ പോവുകയാണ്. ഇന്ന് അവിടെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളാണ് നവമി റിപ്പോർട്ട് ചെയ്തത്. നവമി, ഒറ്റയ്ക്ക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് നവമി ഭയങ്കര മടിച്ചായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആദ്യം തന്നെ. ഈ ചില സംശയം ഉണ്ടാവുമല്ലോ, ഏതൊക്കെ ക്ലാസ്സിൽ എത്ര വർഷം ഇരുന്നു? അതില്ല കേട്ടോ, പഠിക്കാൻ മടിയാണെങ്കിലും പരീക്ഷയ്ക്കെല്ലാം ജയിച്ചിട്ടുണ്ട്. ഇതുവരേക്കും അങ്ങനെ തോറ്റ് പഠിക്കേണ്ടി വന്നില്ല. ഡിഗ്രിയിലായാലും അങ്ങനെ സപ്ലി ഒന്നും വന്നില്ല. അത്യാവശ്യം പഠിക്കുമായിരുന്നു. സ്കൂളിൽ പോവാൻ മടിയാണെന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ പഠിക്കാനൊന്നും മോശമല്ലായിരുന്നു. ഇരുന്ന് പഠിച്ചിട്ടില്ല. ഓക്കെ, റൈറ്റ്. ഞാൻ ഇനി അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദാണെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ മലപ്പുറത്താണ് നമ്മുടെ പ്രതിനിധി. അനുമോദിനെ അറിയാലോ, CV അനുമോദ്. അപ്പൊ അനുമോദ് രാവിലെ തിരക്കിലാണ്. റിപ്പോർട്ടിംഗ് തിരക്കൊന്നുമല്ല, വീട്ടിലെ കുട്ടികളെ റെഡിയാക്കുക എന്ന് തോന്നുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. പതിവിലും വിപരീതമായ അനുമോദിന്റെ വീട്ടിൽ തന്നെയാണല്ലോ ഇന്ന്. അപ്പോ എങ്ങനെയാ, റെഡിയായോ നിന്റെ കുസൃതി കുടുക്കുകള്? ഗുഡ് മോർണിംഗ് എൽദോ. ഇതിപ്പോൾ നമുക്ക് ഈ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് ജൂൺ 1 പ്രവേശനോത്സവം റിപ്പോർട്ട് ചെയ്യലാണ് നമ്മുടെ ആദ്യത്തെ ജോലി. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത് കാണാനോ അവരെ കൊണ്ടുപോകാനുള്ള അവസരം സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല. ഇപ്പോഴും അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ അതിൻ്റെ അല്പം വ്യത്യസ്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഈ സമയത്ത് പറ്റി എന്നുള്ളതാണ്. ഇനി അവരെ പരിചയപ്പെടുത്തലാണ് വലിയൊരു ചടങ്ങ്. ഇതാണ് 1ാം ക്ലാസ്സിൽ പോകുന്ന ആള് കീർത്തന. ഇത് 3ാം ക്ലാസ്സിലെത്തിയ 1ാമത്തെ ആള് പ്രാർത്ഥന. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ ഗുഡ് മോർണിംഗ്. ഒപ്പം 1ാം ക്ലാസ്സിൽ പോകാൻ റെഡിയായില്ലേ? ആ, ഇനി എന്തൊക്കെയാ നമ്മൾ റെഡിയാക്കിയേ? നമുക്ക് ഈ അഖിൽ മാമന്റെ ക്യാമറയിൽ നോക്കി ഒന്ന് പറഞ്ഞു കൊടുത്തേ, നമ്മൾ എന്തൊക്കെയാ റെഡി ആയിരിക്കുന്നതെന്ന്. ബാഗൊക്കെ റെഡിയാക്കി. ബാഗൊക്കെ റെഡിയാക്കി. പിന്നെ വെള്ളം റെഡിയാക്കി. എല്ലാം റെഡിയാക്കി. ആ, ബാഗിൽ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് നമ്മള്? പിന്നെ ബോക്സ്, പിന്നെ പ്ലേറ്റ്, പിന്നെ കപ്പ്, വാട്ടർ ബോട്ടിൽ. നമ്മള് കഴിഞ്ഞ കൊല്ലം പോയ സ്കൂളിലേക്ക് തന്നെയാണല്ലോ പോണത് അല്ലേ? UKG 1ാം ക്ലാസ്സിലേക്ക്. ആരാ ക്ലാസ് ടീച്ചർ അറിയോ ആ കുട്ടനെ? ആരാ? സിസ്റ്റർ ആണല്ലേ. ആഹാ. ആരൊക്കെയാ ക്ലാസ്സിൽ ഉള്ളതെന്ന് അറിയോ? ആരൊക്കെ ഉണ്ടാവുക? ഫ്രണ്ട്സ്. ഏതൊക്കെ ഫ്രണ്ട്സാ? ഫ്രണ്ട്സിന്റെ പേരെന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുത്തേ. ഇവ നിവന്യ. ആഹാ. ദിയ ഉണ്ടാവും അല്ലേ? ആഹാ. ഇന്നിപ്പോ സ്കൂളിൽ എന്തൊക്കെയാ ഉണ്ടാവുക ചെന്ന് കഴിഞ്ഞാ? മിഠായും കിട്ടും, പായസം കിട്ടും, ബിരിയാണിയും കിട്ടും അല്ലേ? പ്രാർത്ഥന കുട്ടറ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടാവുക? ഫ്രണ്ട്സ് ഉണ്ടാവും. ഏതൊക്കെ ഫ്രണ്ട്സാ? റിഫ, അലോണ, സ്നേഹ, സൃഷ്ടി, ഐഷനദിയ. ഗ്യാങ് സെറ്റാണ്. കഴിഞ്ഞ കാലത്തെ ഗ്യാങ് തന്നെയാണല്ലേ? ആഹാ. ഇക്കുറി നിനക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. എന്താന്നറിയാവോ? എവിടെ കൊണ്ടേക്കണമെന്ന്? ക്ലാസ്സിൽ കൊണ്ടേക്കണം. ചേച്ചി കൊണ്ടാക്കും അല്ലേ? പിന്നെന്താ, ചേച്ചി കൊണ്ടാക്കിയാ പോരെ? അനുമോദിനെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒന്ന് സ്പീക്കർ ആക്കാമോ? ഞാൻ ചോദിക്കാം ആ കീർത്തനോടും പ്രാർത്ഥനയോടും. അച്ഛന്റെ ചോദ്യം കേട്ടിട്ടേ അവര് അത്ര ചോദിക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് അനുമോദിനെ പറ്റി കുറച്ചാലും ചോദിക്കാനുണ്ട്, അതുകൊണ്ടാ. കീർത്തനയ്ക്കും പ്രാർത്ഥനയ്ക്കും കേൾക്കാമോ അങ്കിളിനെ? സ്പീക്കർ ആയിട്ടുണ്ട്. ആ വാവേ, ഈ അച്ഛനാണോ അമ്മയാണോ എല്ലാ ദിവസവും സ്കൂളിൽ ഈ പോവാനൊക്കെ ഹെൽപ്പ് ചെയ്യണേ? ഒരുക്കാറുണ്ടോ? അച്ഛൻ എന്തേലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്താ ചെയ്യാ?
കുളിപ്പിച്ച് തരും. ഓ അത്രയും ചെയ്യല്ലേ. ഓക്കെ. ഈ പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങി തന്നോ അച്ഛൻ, അതോ നമ്പർ അടിച്ച് ഒഴിവാക്കിയോ? ഒഴിവാക്കിയില്ലേ? പുതിയ വാങ്ങി തന്നില്ല അല്ലേ? വാങ്ങി തന്നോ? വാങ്ങി തന്നു. കാണിച്ചു കൊടുക്കാം. ബാഗ് വാട്ടർ ബോട്ടിലൊക്കെ കാണിച്ചേ. പിന്നെ കീർത്തനയുടെ തലയിൽ വലിയ കൊമ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആര് വാങ്ങി തന്നതാ? അമ്മ അച്ഛനോ? ആഹാ, പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടില്, എല്ലാം ഗംഭീരം. കീർത്തനയോ പ്രാർത്ഥനയോ? ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരുമോ സ്കൂളിൽ പഠിച്ചേ? ആരാ പാടാ? ബാഗൊക്കെ എടുത്ത് വെക്ക്, ബാഗൊക്കെ എടുത്ത് വെക്ക്. മൈക്ക് പിടിച്ചോ, രണ്ടുപേരും പഠിക്കും. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോളം കളിയാടാമേ, കിളിമരത്തണലോളം കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം. അടിപൊളി അടിപൊളി. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട, ആകാശം മുന്നാൾകൾ മാനത്തെ കുന്നാടിട, ലാ 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 ലാ. അടിപൊളി അടിപൊളി അടിപൊളി. കീർത്തനം സൂപ്പറാണ് കേട്ടോ. അപ്പൊ 1ാം ക്ലാസ്സിലേക്ക് പോവല്ലേ? 1ാം ക്ലാസ്സിൽ ഇനി പുതിയ പുതിയ പാട്ട് ഒക്കെ പഠിക്കും. അപ്പൊ എല്ലാ ദിവസവും അച്ഛന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അച്ഛൻ എങ്ങനെയാ? സ്ട്രിക്റ്റ് ആണോ? പഠിപ്പിക്കോ? പഠിക്കാനൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യോ? അച്ഛൻ ഞങ്ങളെ പത്രം വായിപ്പിക്കലാണ് വലിയ ടാസ്ക്. അച്ഛന് ഞങ്ങളെ പത്രം വായിപ്പിക്കല അച്ഛന് ജോലി. പത്രം വായിക്കണം നല്ലതല്ലേ? അച്ഛൻ നല്ലതിന് വേണ്ടി പറയണ. അങ്ങനെ ചില ചെറിയ ചെറിയ നല്ല കാര്യങ്ങളുണ്ട് അച്ഛന് അല്ലേ? അമ്മയാണ് കൂടുതൽ എന്നെ പഠിപ്പിക്കുക. അമ്മയാണ് പഠിപ്പിക്കുക അല്ലേ? അപ്പൊ അമ്മയ്ക്കാണ് ക്രെഡിറ്റ്. അതെ, അമ്മ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ അനുമത്, ഈ പറഞ്ഞ പോലെ അമ്മമാരാണല്ലോ കൂടുതൽ അതിന് പ്രയത്നം എടുക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ സ്കൂൾ ഒരുക്കങ്ങളൊക്കെ എന്ന് അനുമോദ് തന്നെ ചോദിക്ക്. ഭാര്യയുടെ അടുത്ത് മൈക്ക് നീട്ടാനുള്ള ആദ്യ അവസരമല്ലേ? ഒരുക്കങ്ങളൊക്കെ 2 ദിവസം മുമ്പ് തുടങ്ങി. ഇപ്പോൾ പോവാനുള്ള എൻ്റെ എല്ലാ ഒരുക്കാനങ്ങളാണ്. ഇപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളാണ്. കണ്ടോ, ഇത്രയും വർഷം പരിചയസമ്പന്നായിട്ടുള്ള അനുമോദന് സ്വന്തം വീട്ടിൽ ഭാര്യയുടെ മുന്നിൽ മൈക്ക് നീട്ടിയപ്പോൾ ഒരു പരിഭ്രമം. അല്ല, അത് അപ്പുറത്ത് നീ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമെന്നുള്ള പേടി കാരണം, അല്ലെങ്കിൽ കുഴപ്പമില്ല. നീ എന്തൊക്കെ ചോദിക്കാതെ പറയാൻ പറ്റില്ല. ഇല്ല, ഇനി ഞാൻ അനുമോദന് ഹാൻഡ് ഓവർ ചെയ്തു. സ്പീക്കർ ഓഫ് ആക്കാം. അതായത് ഇത് നമ്മൾ ലൈവ് ചെയ്തതൊക്കെ പതിവാണ്. എല്ലാ വർഷവും ഏതെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കയറി ആ വീട്ടുകാരെ കൊണ്ടും കുട്ടികളെ കൊണ്ടും പാട്ട് പാടിപ്പിക്കുന്നതാണ് പതിവ്. ഇതിപ്പോ സ്വന്തം വീട്ടിൽ ചെയ്യാൻ പറയുമ്പോഴേ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഇത്. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്താണെങ്കിലും കീർത്തനയ്ക്കും പിന്നെ പ്രാർത്ഥനയ്ക്കും എല്ലാവിധ ആശംസ. അടിച്ചു പൊളിക്കാൻ പറയണം. എപ്പോഴാണ് അവർക്ക് പോകേണ്ടത്? രാവിലെ ഇറങ്ങാറായോ? സ്കൂൾ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? ഓക്കെ, വെരി വെരി താങ്ക് യു. ഇല്ല, ഇറങ്ങാനായിട്ടില്ല. ഞാൻ ലൈവൊക്കെ ആക്കിയതുകൊണ്ട് ഇതായതാണ്. കാരണം നമുക്ക് അടുത്ത പണിക്ക് ഇറങ്ങണമല്ലോ. പ്രവേശനോത്സവത്തിന്റെ റിപ്പോർട്ടിങ്ങിന് പോകണല്ലോ. ഏറ്റവും സന്തോഷം അവളുടെ ആ കൊമ്പൊക്കെ അവൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ക്ലാസ്സിൽ പോകാൻ യാതൊരു എന്താ പറയാ വലിയ ഉത്സാഹം തോന്നുന്നു അല്ലെ? ഈ കരച്ചിലോ ഈ 2 മാസത്തെ ഒരു ഇടവേള കിട്ടിയതിന്റെ യാതൊരു മടിയൊന്നും കാണിക്കുന്നില്ല. സൂപ്പറാണ്. അല്ല, അതെ. അവര് UKG പോയി LKG UKG ഒക്കെ ശീലമായതുകൊണ്ട് അവർക്ക് പരിചയമുള്ള സ്കൂള്, പരിചയമുള്ള കൂട്ടുകാര്, പരിചയമുള്ള ടീച്ചർമാര്. അപ്പോൾ ആ വലിയ കരച്ചിലും വാശിയൊന്നുമില്ല. അത് വലിയ സമാധാനമാണ്. എന്തായാലും ഇത്രയും ചോദിച്ചതല്ലേ, അനുമോദിന്റെ ഒരു ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ സ്കൂളിലെ? ഇപ്പൊ ആദ്യം നവമിയുടെ ചോദിച്ചു. നവമി പറയുന്നത് ഭയങ്കര മടിച്ചായിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്താണ് അനുമോദിന്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ?
മറക്കാൻ പറ്റില്ലല്ലോ. നല്ല മഴയുള്ള സമയത്തല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പോവുക. 1 കിലോമീറ്റർ നടന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ. അപ്പോൾ വീടിനടുത്തുള്ള ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറെ വീട്ടിൽ കൊണ്ടാക്കും. ശിവ ടീച്ചർക്ക് ഒരു മകളുണ്ട്, രേവതി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. അപ്പോൾ അമ്മ അതുവരെ വരുള്ളൂ. ഫസ്റ്റ് ദിവസം അമ്മ സ്കൂളിലേക്ക് വരും. അമ്മ ക്ലാസ് കൊണ്ടാക്കിയിട്ട് പിന്നെ അമ്മയെ കണ്ടിട്ടില്ല. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയും കാറ്റും മാത്രമല്ല, അമ്മയെ മാത്രം കാണാനില്ല. ആദ്യത്തെ ദിവസം അലമ്പായിരുന്നു. പിന്നെ പതുക്കെ ശീലമായി. കാര്യം നന്നായി. ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയോ സ്കൂൾ ബസ്സൊന്നുമില്ല, നടന്നിട്ട് വേണം. 1 കിലോമീറ്ററിലേയും ദൂരമുണ്ട് സ്കൂളിലേക്ക്. അപ്പോൾ സാധാരണ കുട്ടികളുടെ കൂടെ അങ്ങനെ കറങ്ങി നടന്ന് ആ രീതിയിൽ തന്നെ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് വളർന്നവരായതുകൊണ്ട് അങ്ങനത്തെ അനുഭവങ്ങളും ഓർമ്മകളാണല്ലോ നമുക്ക് ഉണ്ടാവുക. അതെ. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ആദ്യ ദിവസം സ്കൂളിലെ അത് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവും അത്തരം കുറേ അനുഭവങ്ങൾ. അപ്പോൾ ഞാനും ആദ്യം പങ്കുവെക്കേണ്ടത്. അപ്പോൾ ആരോട് ചോദിച്ചാലും ആദ്യത്തെ ദിവസത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നില്ല. അപ്പോൾ അനുമതി ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. വീട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത് നമുക്ക് ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേയിൽ അവർക്ക് എല്ലാവിധ വിശ്വാസം കൊടുക്കണം കേട്ടോ. ഒരിക്കൽ കൂടി കീർത്തനയ്ക്കും പ്രാർത്ഥനയ്ക്കും. തീർച്ചയായും താങ്ക് യു. എന്തായാലും അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ദിനമാണ്. ഇതുപോലെ പനുബോധന്റെ വീട്ടിൽ കണ്ടതുപോലെ ഓരോരോ വീടുകളിലും ഉണ്ടാകും ഇതുപോലെ കുറേ കുസൃതി കുരുന്നുകൾ. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം നേരുന്നു. എല്ലാ ആശംസയും നേരുകയാണ്. പഠിച്ച് ഗംഭീരമാവട്ടെ, ആസ്വദിച്ച് പഠിക്കാൻ കഴിയട്ടെ. ചിരികളിയോടുകൂടി തന്നെ സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്കും വീണ്ടും പിറ്റേ ദിവസം സന്തോഷത്തോടെ പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് വൈബ്സ് അതിവേഗത്തിൽ തിരികെ എത്തും. മുത്തൂറ്റ് ഫൈനാൻസ് അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല ഈ എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ BJPയുടെ ഒരു മുന്നേറ്റം പ്രകടമാണ്. കേരളത്തിൽ 3 സീറ്റുകൾ വരെ കിട്ടും എന്ന പ്രവചനം എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ 4 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ സീറ്റുകൾ നേടാതെ പോയ സംസ്ഥാനമാണ് ആന്ധ്ര. 2014 TDPയുമായുള്ള സഖ്യത്തിൽ BJPക്ക് അവിടെ സീറ്റുകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് മല്ലികാർജ്ജുൻ ഖാർഗെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് ഇന്ത്യ സഖ്യം 295 സീറ്റ് നേടുമെന്നാണ്. ഏതായാലും ആ പ്രതികരണത്തിൽ തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ NDAക്ക് തുടർച്ച ഹാട്രിക് നൽകുന്നതായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രത്യേകിച്ച് BJPയുടെ ഇത്തവണത്തെ മുദ്രാവാക്യം തന്നെ 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ ഈ പുറത്തു വന്ന സർവേകളിൽ 3 സർവേകളെങ്കിലും BJPക്ക് 400-നടുത്ത് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതായത് 370 മുതൽ 400 സീറ്റ് വരെ BJPക്ക് NDAക്ക് ലഭിക്കാം എന്ന പ്രവചനം നടത്തിയിരുന്നു. അതുമാത്രമല്ല ഏതാണ്ട് 10 സർവേകൾ BJPക്ക് NDA സഖ്യത്തിന് 350 സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായ 3-ാം തവണയും കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിലെത്തുമെന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു പ്രവചനങ്ങൾ. ഏതായാലും നിലവിലെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകളിലൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തില്ല. ഈ എക്സിറ്റ് പോൾ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മൾ ഇതുവരെയും സ്കൂൾ പ്രവേശനോത്സവവും അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. സ്കൂൾ കുട്ടികളൊക്കെ ഒരുങ്ങി പോകാൻ കാത്തു നിൽക്കുന്നു. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാരം കൂടിയാണ്. രാജ്യം ഒരു നിർണായക ജനവിധി കാത്തു നിൽക്കുന്നു. നാളെ ഈ സമയം ഓർക്കുക. ഈ സമയമൊക്കെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ആ വാർത്തകളിലേക്ക് പോവാം. വിധി കാത്ത് രാജ്യം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ഒറ്റ ദിവസത്തിന്റെ കാത്തിരിപ്പാണ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ക്രമീകരണങ്ങളിൽ
ക്രമീകരണങ്ങളിൽ അത് വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ ഇന്ത്യ മുന്നണി തള്ളിക്കളയുകയും ചെയ്യുന്നു. ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഈ വോട്ടെണ്ണൽ നമ്മളേറെ നാളെ കാത്തിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഈ മഹോത്സവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ആ ക്ലൈമാക്സിൽ കൗണ്ടിംഗ് ഡേയിലേക്ക് എത്തുകയാണ് നമ്മൾ. രാവിലെ 6 മണി മുതൽ ന്യൂസ് 18ലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമാണോ? അതിനെപ്പറ്റി ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് എക്സിറ്റ് പോളിലേക്ക് എത്താം. എൽദോ, തീർച്ചയായും കാരണം 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നു. അപ്പോൾ വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഇനി രാജ്യം എങ്ങനെ വോട്ട് ചെയ്തു എന്നാണ് അറിയേണ്ടത്. അതായത് 10 വർഷത്തെ NDA ഭരണത്തിന് ഒരു തുടർച്ചയുണ്ടാകുമോ അതോ അട്ടിമറി ഉണ്ടാകുമോ? ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ? ഇതാണ് ഇനി ബാക്കിയുള്ള ചോദ്യം. ഏതായാലും മുന്നണികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 400 മുകളിൽ സീറ്റെന്ന അവകാശവാദമാണ് BJP ഉന്നയിക്കുന്നതെങ്കിൽ 295 ഇന്ത്യ സഖ്യം പറയുന്നത്. എൽദോ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് കമ്മീഷൻ ഈ ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മീഷൻ ആസ്ഥാനത്ത്. പക്ഷേ ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ ഇന്ത്യ സഖ്യം ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണിത്തീർക്കണം എന്നൊരു ആവശ്യം ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് അറിയിച്ചിരുന്നു. പക്ഷേ കമ്മീഷൻ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് പ്രായോഗികമല്ല എന്നൊരു സൂചന കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ഔദ്യോഗികമായ പ്രതികരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർക്കണം, അതിനുശേഷം EVMലേക്ക് കടക്കണം. അതാണ് മുൻകാലങ്ങളിലൊക്കെ ചെയ്തു വന്നിരുന്ന രീതി. പക്ഷേ സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഗൈഡ് ലൈൻ പാലിക്കണമെന്നൊരു ആവശ്യമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെ എണ്ണും, പക്ഷേ ആദ്യ അരമണിക്കൂർ എണ്ണിയ ശേഷം EVMലേക്ക് കടക്കും. അതായത് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും, 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ കൂടി എണ്ണി തുടങ്ങും. അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരാൻ വേണ്ടി കാത്തിരിക്കില്ല, 8:30 തന്നെ EVM കൂടി എണ്ണി തുടങ്ങും. കാരണം പോസ്റ്റൽ വോട്ടുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ എണ്ണിത്തീർന്നതിന് ശേഷം വോട്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ മെഷീനിലേക്ക് വോട്ടെണ്ണി തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ഈ റിസൾട്ട് അടക്കം വലിയ രീതിയിൽ വൈകാൻ ഇടയാക്കും. അതാണ് കമ്മീഷൻ വൃത്തങ്ങൾ മറുപടിയായി നൽകുന്നത്. ഔദ്യോഗികമായി കമ്മീഷൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്, ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായി ഈ ചോദ്യം വരും. കമ്മീഷൻ അപ്പോൾ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യും. എൽദോ, രാകേഷ്, ഈ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഇപ്പം എല്ലാവരുടെയും ആകാംക്ഷ എപ്പോഴത്തേക്ക് ഒരു സൂചനകൾ ആദ്യം വന്നു തുടങ്ങുമെന്നുള്ളതാണ്. ഒരു ആദ്യ സൂചന ഒക്കെ ഏത് സമയമാകുമ്പോഴേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? എൽദോ, ആദ്യ ഒരു അരമണിക്കൂറിനകം തന്നെ, അതായത് 8:20 കൂടി തന്നെ ഈ ട്രെൻഡുകളൊക്കെ തന്നെ വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തും ഓരോപോലെ ട്രെൻഡുകൾ ലഭിക്കുന്ന സജ്ജീകരണങ്ങൾ സ്വാഭാവികമായും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷൻ ആസ്ഥാനത്ത് മുമ്പ് തന്നെ വലിയ സ്ക്രീനുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരം വെബ്സൈറ്റുകളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെ ട്രെൻഡുകൾ അറിയാനുള്ള സംവിധാനം ആദ്യ 20 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെൻഡുകൾ അറിയാനുള്ള സംവിധാനം കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂസ് 18 നെറ്റ്വർക്ക് എന്ന നിലയിലും പ്രത്യേകിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയാണ് ന്യൂസ് 18നും അത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോയിഡയിൽ ഇലക്ഷൻ ഹബ്ബുണ്ട് ന്യൂസ് 18. അപ്പോൾ അവിടെയും വലിയ സജ്ജീകരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട് പോലെ തന്നെ ന്യൂസ് 18നും ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സജ്ജീകരണവും ഏതായാലും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 8:20 കൂടി തന്നെ ആദ്യ ട്രെൻഡുകൾ നമുക്ക് ലഭ്യമാകും. ഒരു 9-9:30 കൂടി തന്നെ രാജ്യം എങ്ങോട്ട് എന്നൊരു കൃത്യമായ സൂചന നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. കാരണം ആദ്യ 9:30 എന്ന് പറയുമ്പോൾ വോട്ട് എണ്ണിത്തുടങ്ങിയ ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ രാജ്യം എങ്ങോട്ട്, അതിന്റെ ദിശ എങ്ങോട്ട് എന്ന് വ്യക്തമായ സൂചന ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഈ അവസാന മണിക്കൂറുകളിലും വലിയ പ്രതീക്ഷ മുന്നണികൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ വലിയ പ്രതീക്ഷയാണ് BJPക്ക് നൽകുന്നത്. BJP നേതാക്കൾ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം അത് തള്ളിക്കളയുന്നു. മോദി പോൾ എന്ന വിമർശനം പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവസാന നിമിഷത്തിലും വലിയ പ്രതീക്ഷയാണ്
ഇന്ത്യ സഖ്യവും പുലർത്തുന്നത്. എൽദോ, ഉറപ്പായിട്ടും അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കണം. ഇയർ അഗസ്റ്റ് തുടരുക. മറ്റൊരു വാർത്ത കൂടി എടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് സംസ്ഥാനത്ത് ഇത്തവണ 2020 എന്നാണ് UDF ആവർത്തിക്കുന്നത്. അതേസമയം 10 മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJP ഏറ്റവും പ്രധാനമായും പ്രതീക്ഷ വയ്ക്കുന്നത്. എക്സിറ്റ് പോളുകൾ LDF-ഉം UDF-ഉം ഒരേപോലെ തള്ളുമ്പോൾ പ്രവചനങ്ങൾ ശരിവെക്കുകയാണ് BJP ക്യാമ്പ്. അവസാന നിമിഷവും ജയം ഉറപ്പാണെന്ന് ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കുകളിലാണ് മുന്നണികളുടെ ആശങ്ക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. അനീഷ്, ഗുഡ് മോർണിംഗ്. ആദ്യം അനീഷെ, വീട്ടിലെ കുട്ടികളൊക്കെ ഇന്ന് സ്കൂളിലേക്ക് പോവല്ലേ? അവിടെ നിന്ന് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തോ? അവിടെ രാവിലെ വിളിയൊക്കെ കഴിഞ്ഞു. രാവിലെ രണ്ടുപേരും സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 8:15 രണ്ടുപേരും സ്കൂളിലേക്ക് യാത്രയാവും. എന്തായാലും തിരക്ക് പിടിച്ച ദിവസങ്ങളിലേക്ക് വീട് നീങ്ങുന്നു എന്നതാണ് രസകരമായ കാര്യം. നമ്മൾ ഇവിടെ ഇലക്ഷൻ തിരക്കുകളിലാവുമ്പോൾ അവിടെ അവർ കുട്ടികളെ ഇനി സ്കൂളിൽ വിടുന്ന തിരക്ക്, പുലർച്ചെ എണീക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെയുള്ള വലിയ തിരക്കുകളിലേക്ക് നീങ്ങുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒന്നും നോക്കാൻ സമയമില്ലാത്ത വിധമുള്ള തിരക്കിലേക്ക് നീങ്ങുകയാണ്. കാരണം ലോകം കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്കാണ് നീങ്ങുന്നത്. ശരിക്കും ഇന്നും നാളെയുമൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഒരു ദിവസങ്ങളാണ്. അവസാനവട്ട കണക്കൂട്ടലുകൾ മുന്നണികൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു. ഒപ്പം ഈ എക്സിറ്റ് പോളിൻ്റെ ചൊല്ലിയുള്ള ചർച്ചകളാണ് ഈ പാർട്ടികളുടെയും മറ്റ് സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കൊഴുക്കുന്നത്. എൽദോ, അതാണ് എന്താണ് നമുക്ക് ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ നിൽക്കാം. സ്കൂൾ കുട്ടികൾ പ്രവേശനോത്സവത്തിന്റെ ആ സന്തോഷത്തിൽ നിൽക്കട്ടെ. അനീഷ്, ഈ എക്സിറ്റ് പോളുകൾ അത് പലതരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ഉം LDF-ഉം ഒരേപോലെ ആ എക്സിറ്റ് പോളിനെ തള്ളി എന്നുള്ളതാണ്. കേരളത്തിൽ UDF-ന് അനുകൂലമാണ് എക്സിറ്റ് പോൾ സർവേകളെങ്കിൽ പോലും ദേശീയ തലത്തിലുള്ള ഫലമാണ് UDF-നെ അത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പോലും നമുക്ക് കണക്കുകൂട്ടലുകൾ, എക്സിറ്റ് പോളുകൾ എത്ര വിപുലമായിട്ടുള്ള സാമ്പിൾ എടുത്താലും അതാകണമെന്നില്ല ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന് 2004 എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിയും ഒക്കെ. എന്താണ് ഈ പൊതുവായി രാഷ്ട്രീയ ക്യാമ്പുകൾ നൽകുന്ന ഒരു പ്രതികരണം? പ്രത്യേകിച്ച് ഇനി മണിക്കൂറുകളാണല്ലോ ബാക്കി. സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി നോക്കിയിരിക്കുകയായിരിക്കും ആ ഫലം അറിയാൻ. തീർച്ചയായും. കാരണം ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കേരളത്തിൽ മുൻതൂക്കം കൽപ്പിക്കുമ്പോഴും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി, അല്ലെങ്കിൽ മോദിക്ക് തുടർഭരണം എന്ന രീതിയിലെ വിലയിരുത്തലുകൾ തന്നെയാണ് പല എക്സിറ്റ് പോളുകളിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒരു മേൽക്കൈ നൽകുമെങ്കിലും കേന്ദ്രമാണ് ശരിക്കും ഈ പാർലമെന്റിലെ, ലോക്സഭയിലെ പുതിയ കേന്ദ്ര സർക്കാർ ആവണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേരള ഘടകത്തിൽ ഉപരി രാജ്യ വിഭവങ്ങളാണ് ഇതിലേറ്റവും പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരിക്കലും ഈ എക്സിറ്റ് പോളിനെ കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ വലിയ മാർജിനിൽ വിജയിക്കുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾ പോലും ഈ എക്സിറ്റ് പോള് വിശ്വാസയോഗ്യമല്ല എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസരം. BJP-ക്ക് സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുമെന്ന വിലയിരുത്തലുകൾ, ഇതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പുള്ളത്. മറുവശത്ത് LDF ക്യാമ്പ് ഇപ്പോഴും ഏറ്റവും ഒടുവിലെ എക്സിറ്റ് പോളിലെ ഉദാഹരണമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം 2021 പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിലേറുമ്പോൾ ഈ പല മാധ്യമ സ്ഥാപനങ്ങളുടെയും പലരും മുന്നോട്ട് വെച്ച എക്സിറ്റ് പോളുകൾ എല്ലാം വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു തുടർഭരണം പിണറായി കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഈ ഉടുമ്പൻചോലയിൽ MM മണി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ആണ് അന്നുണ്ടായിരുന്നത്. എന്തായാലും അതിനെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോഴും LDF പ്രതിരോധിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് എന്തായാലും എക്സിറ്റ് പോളിലെ വിജയം ചൂണ്ടിക്കാട്ടി UDF-നും BJP-ക്കുമൊക്കെ ആശ്വസിക്കാം. പക്ഷേ യഥാർത്ഥ ജനവിധി തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് LDF പറയുന്നത്. എന്തായാലും ചില മണ്ഡലങ്ങളിലെങ്കിലും വലിയ പോരാട്ടം നടക്കുന്നു. LDF-ന് വിജയ പ്രതീക്ഷയുണ്ടൊരുമൊക്കെ പോലെ പാലക്കാടും ആലത്തൂരുമൊക്കെ പോലെ പലയിടങ്ങളിലും വിജയിച്ചു നിൽക്കുന്നു എന്നാണ് LDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. മറുവശത്ത് UDF-ഉം ഇതേ രീതിയിൽ തന്നെ അവർ ആദ്യം മുതൽ പറയുന്നത് 2020 ആണ്. ഈ 2020 ലോകകപ്പിൻ്റെ കാലമൊക്കെയാണ്. അതുകൊണ്ട് 2020-ലാണ് തങ്ങളുടെ വിജയം. ഒരു സീറ്റ് പോലും ഇത്തവണ വിട്ടുകൊടുക്കില്ല. കഴിഞ്ഞ തവണ കനൽ ഒരു തരി പോലെ ആലപ്പുഴയിൽ നിന്നും ആരിഫ് ജയിച്ചിരുന്നു. ആ അക്കൗണ്ട് തങ്ങൾ ഇത്തവണ പൂട്ടിക്കാൻ പോകുന്നു. ആ അക്കൗണ്ടും
ക്ലോസ് ചെയ്യുന്നു. BJPക്ക് ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ അവകാശവാദങ്ങൾക്ക് അപ്പുറം പല സ്ഥാനാർത്ഥികൾക്കും നെഞ്ചിടിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു വശത്ത് ഏകപക്ഷീയമായ വിജയം പ്രവചിക്കപ്പെടുമ്പോഴും ജനവിധി ഏത് തരത്തിലാവും, പെട്ടികളിൽ ഏത് രീതിയിലാണ് വോട്ടുകൾ വീണത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം മനസ്സിലാക്കാൻ കഴിയില്ല. പുറത്തുനിന്നുള്ള പ്രവചനങ്ങൾ അങ്ങനെ ആകുമ്പോഴും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ ഏത് വശത്തേക്ക് ഇത് തിരിയുമെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുന്നവർക്ക് പോലും ചങ്കിടിപ്പ് ഉണ്ട്. എൽദോ, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്. മുന്നണികൾക്ക് അതിപ്പോൾ BJP ക്യാമ്പ് ഈ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ എക്സിറ്റ് പോൾ വഴി ഉണ്ടാകുമ്പോൾ പോലും പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലവത്താകുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുമുണ്ട്. അതേസമയം LDFും UDFും എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ വീണ്ടും ER രാഗേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്, ന്യൂസ് ഡെസ്കിലേക്ക്. അവിടെ മറ്റൊന്നുമല്ല, അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഈ ഭരണ തുടർച്ച ഉണ്ടായത് ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ സത്യപ്രതിജ്ഞ രണ്ടിടത്തും ഉടൻ ഉണ്ടായേക്കുമെന്നുള്ളതാണ് റിപ്പോർട്ട്. റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തീയതി പ്രഖ്യാപനമുണ്ടാകും. രാകേഷ്, ഈ അരുണാചലിൽ BJPയും സിക്കിമിൽ SKMും വലിയ വിജയം സ്വന്തമാക്കി, അങ്ങനെയാണല്ലോ ഭരണ തുടർച്ച സ്വന്തമാക്കിയത്. അപ്പോൾ ഈ ചർച്ചകൾ എന്തായി? രണ്ടിടത്തും ഒരു സർക്കാർ രൂപീകരണ ഘട്ടത്തിലേക്ക് എത്തിയോ? അതേതോ വലിയ വിജയമാണ് രണ്ടിടത്തും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ പോലും അത് വലിയ വിജയം. അരുണാചലിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്നു. സിക്കിമിൽ ഏതാണ്ട് തൂത്തുവാരുന്നു. ആ അവസ്ഥയിലാണ് വിജയമുണ്ടായിരിക്കുന്നത്. ഏതായാലും രണ്ടിടത്തും ഇന്നലെ മുഖ്യമന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി രാജി സമർപ്പിച്ചിരുന്നു. ഏതായാലും അരുണാചൽ പേമ ഖണ്ഡുവാണ് നിലവിൽ മുഖ്യമന്ത്രി. അപ്പോൾ പേമ ഖണ്ഡു തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ BJP ആണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ, ദേശീയ നേതൃത്വത്തിന്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ദേശീയ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നിലവിൽ പേമ ഖണ്ഡുവിന് അല്ലാതെ മറ്റു പേരുകളൊന്നും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളിലേക്ക് കടക്കില്ല. ഏതായാലും നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അധികം വൈകാതെ തന്നെ അരുണാചൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിക്കിമിലും സമാനമായ സാഹചര്യം, പ്രത്യേകിച്ച് PS തമാങ്ങിന്റെ ഒരു തരംഗം അവിടെ സിക്കിമിൽ പ്രതിഫലിച്ചിരുന്നു. 32-ൽ 31 സീറ്റും അവർ വിജയിക്കുന്നു. മാത്രമല്ല പ്രാദേശിക പാർട്ടിയാണ്, അദ്ദേഹത്തിന് തന്നെ നിയന്ത്രണം ആ പാർട്ടിക്കകത്തുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സിക്കിമിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് വൈകുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ട് പിന്നാലെ ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ. ഏതായാലും അത്തരം ചർച്ചകളാണ് ഇപ്പോൾ രണ്ട് സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ, റൈറ്റ്. ER രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ ജനക്ഷേമ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിരിക്കും ജനവിധി എന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിലെന്നും V മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ആര് ഇന്ത്യയെ നയിക്കും എന്നതിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതാണ് NDAക്കാണ് മുൻതൂക്കം, NDA ആണ് ഇനി ഇന്ത്യ ഭരിക്കുക എന്നതാണ്. നമ്മോടൊപ്പം ഈ വിഷയവുമായി സംസാരിക്കാനായി കേന്ദ്രമന്ത്രി V മുരളീധരൻ രംഗത്തുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്തെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ള സദ്ഭരണം, ആ സദ്ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഈ എക്സിറ്റ് പോൾ സർവേകളിലൂടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സർക്കാരിനെതിരായിട്ട് ഒരാരോപണം പോലും, അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണത്തിന് അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത്, അങ്ങനെയുള്ളൊരു ഭരണം വീണ്ടും ഉണ്ടാകണം എന്നുള്ള താല്പര്യം, അങ്ങനെ ഒരു തുടർ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഈ വിധിയെഴുത്ത് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 3 സീറ്റെങ്കിലും NDA നേടിയെടുക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്.
ഇതേ തുടർന്ന് എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അതായത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും പോലും അവർ വാങ്ങിയിട്ടുള്ള കൈക്കൂലിയെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്നിട്ടുള്ള ബാർക്കോഴയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളും ഇതുവരെ അത് സംബന്ധിച്ചും ഒരു തരത്തിലുള്ള മറുപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ അങ്ങേയറ്റത്തെ അമർഷത്തിന് പാത്രമായിട്ടുള്ള ഒരു സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിലയിരുത്തൽ. അതോടൊപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ള നിരവധി ആനുകൂല്യങ്ങൾ, നിരവധി പ്രയോജനം, ആ പ്രയോജനത്തിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്ന അഭിപ്രായം. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണ ആദ്യമേ ജനങ്ങളിലുണ്ടായിരുന്നു. BJP-കാർക്ക് പ്രത്യേകിച്ച് അത് ഷുവറായിട്ട് അദ്ദേഹം ജയിക്കും എന്നുള്ളതായിരുന്നു വിശകലനം നടത്തിയപ്പോൾ മനസ്സിലായിരുന്നത്. ഈ സുരേഷ് ഗോപി രംഗത്ത് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകൾ ഇവിടുത്തെ ജനങ്ങൾക്ക്? ശ്രീ സുരേഷ് ഗോപി ആദ്യമായിട്ടല്ല ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അപരിചിതനായിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നിരന്തരമായി പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ആളുകൾ, ആ ആളുകളുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൻ്റെ വികസനം മുരടിച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ശ്രീ സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അത് വളരെ വലിയൊരു മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ടുള്ള പോക്കിൽ വലിയൊരു കുതിപ്പിന് കാരണമായിട്ട്, കുതിപ്പിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് തൃശ്ശൂരിലുള്ള ജനങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ NDA സീറ്റ് അക്കൗണ്ട് തുറക്കും എന്നുള്ളത് വന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള തരത്തിൽ ഒരു പ്രഖ്യാപനങ്ങളും വരുന്നുണ്ട്. ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് CPM സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം, ആ ജനവികാരം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അതിൽ പ്രയോജനമുണ്ടാകില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ വലിയ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് വിധിയെഴുതുന്നത് അത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനെ മറികടക്കാൻ വരുന്ന ആളുകളിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുക എന്നുള്ളതിലൂടെ മാത്രമേ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ നിലവിലുള്ള വികസന മുരടിപ്പ് പരിഹരിക്കാനുള്ള മാർഗം അതുമാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നതോടുകൂടി കേരളത്തിനൊരു പ്രാധാന്യം കൂടുന്നു എന്നുള്ള ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. അതോടുകൂടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടെ NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതാണ് BJP-യുടെ ഒരു. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത പാർട്ടിയും മുന്നണിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ധാരാളം ആളുകളെ BJP-ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. വി മുരളീധരനുമായി സംസാരിക്കുകയായിരുന്നു രാജു ഗുരുവായൂർ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണ വിജയനെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA-യുടെ റിവിഷൻ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ
നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് തള്ളിയത്. ഉത്തരവ് റദ്ദാക്കി പുനഃപരിശോധനയ്ക്കായി പരാതി വീണ്ടും വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് തിരിച്ചയക്കണമെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. അന്വേഷണം ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി നടപടി തെറ്റാണെന്നാണ് ഹർജിയിലെ ആരോപണം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. തീരദേശവാസികൾ അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുകയും വേണം. അതേസമയം അതിതീവ്രമായിട്ടുള്ള ഉഷ്ണതരംഗം ആണ് നേരിടുന്നത് ഉത്തരേന്ത്യയിലൊക്കെ പല പ്രദേശങ്ങളിലും. അപ്പോൾ അത് നിലനിൽക്കുമെന്നുള്ള മുന്നറിയിപ്പും കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. താപനില ഉയർന്നതോടുകൂടി തീപിടുത്ത സാധ്യതയുള്ളതിനാൽ പരിശീലനം എങ്ങനെ നേരിടണമെന്നുള്ള പരിശീലനം വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളായി ഉത്തരേന്ത്യയിൽ അനുഭവിക്കുന്ന അത്യുഷ്ണത്തിൻ്റെ കൊടും ചൂടിൻ്റെ ദൃശ്യങ്ങൾ, അവിടുത്തെ യാതനകളൊക്കെ. ഈ ചൂട് ഇങ്ങനെ എത്ര ദിവസം കൂടി തുടരും എന്നുള്ളതാണ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പായി ലഭിക്കുന്നത്? നിലവിൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗം തുടരുമെന്ന മുന്നറിയിപ്പുള്ളത്. ഇത് എത്ര ദിവസം വരെ എന്നത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. എങ്കിലും ഈ 3 സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം നിലവിലുള്ളതുപോലെ തന്നെ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതേസമയം ഡൽഹി, ഒഡീഷ, ബീഹാർ തുടങ്ങിയ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം കുറയാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ താപനില നന്നായിട്ട് കുറയും, മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളുമുണ്ട്. എന്തായാലും ഈ 3 സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. ആശുപത്രികളിലും മറ്റ് പൊതു ഇടങ്ങളിലും ഫയർ ഓഡിറ്റിംഗ് നടത്തണം, ഇലക്ട്രോണിക് ഫയർ ഓഡിറ്റ് നടത്തണം, വാഹനങ്ങളിലെ ഈ ഫയർ ലൈനുകളിലൊക്കെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തണം തുടങ്ങിയ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉയർന്ന ഉഷ്ണതരംഗം കാരണം അല്ലെങ്കിൽ ഒരു താപനില കാരണം നിരവധി പേര് മരണപ്പെട്ടു. 150-ലധികം പേരാണ് രാജ്യത്തെ ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടത്. അതിൽ തന്നെ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 95-ലധികം പേരാണ് ഒഡീഷയിൽ മാത്രം ഈ ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടത്. എന്തായാലും ഒഡീഷയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗം കുറയുമെന്ന് മുന്നറിയിപ്പുണ്ട് നിലവിൽ. എങ്കിലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിലടക്കം ജലക്ഷാമം രൂക്ഷമായിരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജലം കടമെടുക്കേണ്ട ഒരു അല്ലെങ്കിൽ സഹായം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. റെക്കോർഡ് താപനിലയാണ് രാജസ്ഥാനിലും ഡൽഹിയിലൊക്കെ രേഖപ്പെടുത്തിയത്. 52 ഡിഗ്രിക്ക് മുകളിലായിരുന്നു താപനില. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും. ഓക്കെ, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും അത് തുടരും കുറച്ച് ദിവസം കൂടി. അത് എത്ര ദിവസം എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരുപാട് പ്രേക്ഷകർ ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഇലക്ഷൻ്റെ തിരക്കൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇലക്ഷൻ ഫലത്തിനായി എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, നാളെ രാവിലെ 6 മണി മുതൽ ന്യൂസ് 18-ൽ തത്സമയം സംപ്രേഷണം അത് ഉണ്ടാകും. വോട്ടെണ്ണൽ, അതിൻ്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ, ഏറ്റവും പ്രധാനം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ എത്തിക്കാനുള്ള വലിയ ശൃംഖല ന്യൂസ് 18 ഉണ്ട്, നെറ്റ്വർക്ക് 18 ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മളുടെ സംപ്രേഷണം. ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ അവിടെ ഇളമക്കര സ്കൂളിലാണ് ഇന്ന് പ്രവേശനോത്സവം. നവമി ദിനേശ് അവിടെ തുടരുന്നുണ്ട്. നവമി, വീണ്ടും ഞങ്ങൾ നവമിയിലേക്ക് എത്തുകയാണ്. വേറൊന്നുമല്ല, അവിടെ കുറച്ചുകൂടി തിരക്കും ഒക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ ബാക്കിൽ വന്നു തുടങ്ങി, കേഡറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അവരൊക്കെ പറയുന്നത്? എൽദോ, അങ്ങനെ 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം ഇവിടെ എത്തും. സംസ്ഥാന ഒട്ടാകെ തന്നെ പ്രവേശനോത്സവത്തിന് വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 1-ാം ക്ലാസ്സിലേക്ക് ഏകദേശം 4 ലക്ഷത്തിലധികം കുരുന്നുകൾ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടികൾക്ക് വേണ്ടി ബാഗും കൊടയും ഒക്കെ ഒരുക്കി ടീച്ചർമാരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇനി കുട്ടികൾ ഇങ്ങനെ എത്തിയാൽ മതി. എന്തായാലും ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം സ്കൂളുകളിലേക്ക് എത്തുകയാണ്. ഇവിടെ
സംസ്ഥാനതല ഉദ്ഘാടനം എളമക്കര സ്കൂളിലാണ് നടക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയും എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വേദിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനടക്കം ഇരിക്കാനുള്ള കസേരകളൊക്കെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആദ്യം തന്നെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ക്ഷമിക്കണം, പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണത്തോടുകൂടിയായിരിക്കും ഔദ്യോഗികമായ ചടങ്ങുകൾ തുടക്കമാകുക. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയായിരിക്കും നമ്മുടെ കുരുന്നുകളെ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ക്ലാസ്സുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കളോടൊപ്പം ക്ലാസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ക്ലാസ്സിലേക്ക് കയറാം. ഇവിടെ കുട്ടികളൊക്കെ ബലൂണൊക്കെ വീർപ്പിക്കുന്ന തിരക്കിലാണ്. ഹായ്, എന്താ പരിപാടി? ബലൂൺ വീർപ്പിക്കുകയാണോ? അതെ, ബലൂൺ വീർപ്പിക്കണം. നിങ്ങളുടെ ജൂനിയേഴ്സിനെയൊക്കെ വരവേൽക്കാൻ വേണ്ടിട്ട് റെഡിയാണോ? റെഡിയാണ്. നിങ്ങളൊക്കെയാണോ നിങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ആരാ? ഇന്ന് ഞങ്ങളുടെ ഇല്ല. ഇന്ന് ഞങ്ങൾ എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ നടക്കണം. വലിയ കുരുന്നുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വലിയ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ താരങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഹായ്, എന്താ പേര്? ശ്രേയ. ശ്രേയ 1ാം ക്ലാസ്സിലേക്ക് വന്നതാണോ? ആണോ? പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് പുതിയ ബാഗാണോ? ആണോ? പാട്ടൊക്കെ പഠിച്ചോ? പാട്ട് പഠിച്ചോ? ഇല്ലേ? സ്കൂളിൽ വരെ ഇഷ്ടമാണോ? എന്റെ കൂട്ടുകാരൊക്കെ കിട്ടിയല്ലോ. ആണോ? എന്താ പേര്? ഈ ബലൂൺ ആരാ തന്നെ? ചേച്ചി തന്നെയാണോ? ഇഷ്ടാണോ സ്കൂളിൽ വരാൻ? ഒരു പാട്ട് പാടോ? ഒരു പാടോ? പാവാട വേണോ മെലാട വേണോ പഞ്ചാര പൈങ്കിളിക്ക് ഉമ്മാട കരളെ ഉപ്പാട മുത്താടു നീ നമുക്ക്. പഠിക്കാനൊക്കെ ഇഷ്ടാണോ? നന്നായി പഠിക്കണം കേട്ടാ. കൂട്ടുകാരൊക്കെ കിട്ടില്ലേ? ഓക്കെ, നോമി, എന്താണെങ്കിലും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സ്കൂളിലേക്ക് വന്നിരിക്കുന്നു, പാട്ടൊക്കെ പാടി സ്മാർട്ടായിട്ടിരിക്കുന്നു. അവരൊക്കെ ആസ്വദിക്കട്ടെ പൂർണ്ണമായും. എന്നാലും വിശദമായി നമുക്ക് 9 മണിക്ക് പ്രവേശനോത്സവത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ ആ സമയം കൂടുതൽ കുരുന്നുകളുടെ റിയാക്ഷനൊക്കെ നമുക്ക് തേടാം. അപ്പോൾ മോർണിംഗ് വൈബ്സിൻ്റെ സമയം പൂർത്തിയാവുന്നതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ വീണ്ടും നാളെ കാണാം എന്ന് പറയുന്നില്ല, കാരണം നാളെ എലക്ഷൻ കൗണ്ടിംഗ് ആണ്. എലക്ഷൻ കൗണ്ടിങ്ങിൻ്റെ തത്സമയ സംപ്രേഷണത്തിൽ ന്യൂസ് 18 പങ്കുചേരുക. അപ്പോൾ മോർണിംഗ് വൈബ്സ് ഇന്നിവിടെ പൂർത്തിയാക്കുന്നു. നമസ്കാരം.